കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ ജ്യോതിഷ വിശ്വാസികൾക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. രാജാവിനാണെങ്കിലും ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എല്ലാവരും വലിച്ചിട്ട് ചോദിക്കുന്നതാണ്, ഭയങ്കര കഷ്ടപ്പാടാണ് ജീവിതത്തിൽ. 10-69 വയസ്സായി, അല്ലെ 10-38 വയസ്സായി, ഇതുവരെ നന്മയൊന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങൾക്ക് വളരെയധികം കഷ്ടപ്പാടാണ്, ദാരിദ്ര്യമാണ് എന്ന് പറയുന്നുണ്ട്. രാജാവാണെങ്കിലും ദാരിദ്ര്യം അനുഭവിക്കേണ്ട ഒരു യോഗമുണ്ട്, കേമദ്രുമ യോഗം. അത് ഒരു ഗ്രഹത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും മറ്റ് ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് നോക്കിയതിന് ശേഷം ഞാൻ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ജ്യോതിഷം പഠിക്കണം എങ്കിലാണ് കേമദ്രുമ യോഗം എന്ന് പറയുന്നത്. എൻ്റെ ചന്ദ്രൻ്റെ അപ്പുറവും ഇപ്പുറവും ഗ്രഹങ്ങളില്ല എങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾ നോക്കിയതിന് ശേഷം കേമദ്രുവത്തിന് പവർ ഉണ്ടോ, നല്ല കേമദ്രുവ യോഗമാണോ, മോശം നല്ല കേമദ്രുവ യോഗം എന്ന് പറഞ്ഞ യോഗമില്ല. നല്ല കേമദ്രുവം വെച്ചാൽ നന്നായിട്ട് ദാരിദ്ര്യം അനുഭവിക്കണോ, അതോ ചെറുതായിട്ട് ദാരിദ്ര്യം അനുഭവിക്കണോ, വലുതായിട്ട് ദാരിദ്ര്യം അനുഭവിക്കണോ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് ആക്കം കൂട്ടമോ കുറയോ ഉണ്ടാവണോ എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ ചിന്താഗതി വന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കേമദ്രുവ യോഗം കൊണ്ട് എത്ര കോടീശ്വരനാണെങ്കിലും പിന്നെ ദാരിദ്ര്യം, ഭക്ഷണം ഇല്ല. ഈ പ്രളയം നോക്കിക്കേ, ഈ പ്രളയത്തിൽ പോലും എത്രയോ കോടികൾ കണക്കിന് സ്വത്തുള്ള ആൾക്കാർ 2-3 ദിവസം വെള്ളത്തിന് വേണ്ടി, ആഹാരത്തിന് വേണ്ടി അലഞ്ഞു. അതാണ് ഈശ്വരൻ, ആ ചൈതന്യവത്തായിട്ടുള്ള ഈശ്വരൻ. ആ യോഗ സംബന്ധമുണ്ട്. ആ യോഗം ആർക്കൊക്കെ ഉണ്ടോ, കേമദ്ര യോഗം ഉണ്ടെങ്കിൽ നമ്മൾ ദാരിദ്ര്യം അനുഭവിച്ചിരിക്കുന്ന സംശയമില്ലാത്ത കാര്യമാണ്. പഴയ കാലത്ത് കണ്ടില്ലേ, കടലിൻ്റെ നടുക്ക് വെച്ചിട്ട് വിഷം തീണ്ടണമെന്ന് വിചാരിച്ചിട്ട് ആപ്പിളിനകത്തൂടെ സർപ്പം കയറി ഇരുന്നതിന് ശേഷം അദ്ദേഹത്തെ കൊത്തി മരിച്ചു. ഊഹിച്ചെടുത്തോളൂ ആ കഥ ഊഹിച്ചെടുക്കേണ്ടതാ. ഇത് കുറേയൊക്കെ എല്ലാ ആൾക്കാരും പഠിച്ചിരിക്കേണ്ട കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ലൂ മാത്രമാണ് ഞാനിപ്പം തന്നത്. അപ്പോൾ എന്നിട്ട് പോലും മരണം സംഭവിച്ചു. യോഗം ഫലം അനുഭവിച്ചേ പറ്റത്തുള്ളൂ, യോഗഫലം. പിന്നെ അതിനെ തരണം ചെയ്യാനാണ് ഈ നമഃശിവായ ജപിക്കുക, പൂജകൾ കഴിപ്പിക്കുക. മറ്റേ പൂജകളൊന്നും കഴിപ്പിക്കേണ്ടെന്ന് ഞാനൊരു എപ്പിസോഡിലും പറഞ്ഞിട്ടില്ല. പൂജകൾ കഴിപ്പിക്കണം. കോടാനുകോടി ഇങ്ങനെ ഇട്ട് കളിച്ചിട്ട് പൂജകൾ കഴിപ്പിക്കേണ്ട കാര്യമില്ല. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം? ഒരു മാന്യമായ ഒരു ദക്ഷിണ. ഒരാൾക്ക് എനിക്കതേപോലെ എനിക്കൊരു മാന്യമായ ദക്ഷിണ മതി. ഞാനൊരു കവടി വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് മാന്യമായിട്ടുള്ള കാര്യങ്ങൾ മതി. എനിക്കല്ല 5 പൈസ പോലും ആരുടെയും ഒന്നും വേണ്ട, അത് നമുക്ക് കൊടുക്കാം. അങ്ങനെയുള്ളവരാണ് ഈ കള്ളനാണയങ്ങൾ ഇന്നാൾ ഞാൻ പറഞ്ഞത്. കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവനവൻ ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള പിന്നെ മാത്രം പോരെ, അത് മതി. അങ്ങനെയുള്ളത് തരുമ്പോഴാണ് അതിന് എന്താ പറയുക, കോടികൾ ഉണ്ടാക്കണമെന്നൊന്നുമില്ല. ഒരു സമാധാനവും സുഖവും ഐശ്വര്യമൊക്കെ ഉണ്ടാകുന്നേ അതേ ഉണ്ടാവുള്ളൂ. അല്ലെ കുറേ പൈസ ഉണ്ടാക്കിയിട്ടോ ധനം ഉണ്ടാക്കിയിട്ടോ പിന്നെ ആൾക്കാരുമായിട്ട് സ്നേഹത്തോടെ ഇടപെടുക, അന്യോന്യം പരസ്പരം വിദ്വേഷം ഇല്ലാതെ പോവുക, ഇങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ യോഗങ്ങൾ പോലും മാറി നിൽക്കുമെന്നാണ് പറയുന്നത്. നമ്മളെല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ എല്ലാവരോടും സ്നേഹം കാണിക്കുക, എല്ലാവരോടും മാന്യത പുലർത്തുക, എല്ലാവരെയും കാണേണ്ട രീതി കാണുക. ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ട് അത് കാണാനാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. നമുക്ക് എല്ലാ മലയാളികളല്ല, എല്ലാ ആൾക്കാർക്കും അക്കരെ പച്ചയാണ്. 1 രൂപ കിട്ടുമ്പോൾ 2 രൂപ കൂടുതൽ കിട്ടണമെന്ന്, 3 രൂപ കിട്ടുമ്പോൾ 4 രൂപ കിട്ടണമെന്ന്, ഒരു ബിസിനസ് ചെയ്ത് 50 കിട്ടിക്കഴിഞ്ഞാൽ ആരെ കൊന്നിട്ടാണെങ്കിലും പിന്നെ പൈസ ഉണ്ടാക്കണമെന്നോ ഒക്കെയുള്ളൊരു തോന്നലുണ്ടാകുന്നത്. അതുകൊണ്ട് എനിക്ക് പൈസ കൊണ്ടേ ജീവിക്കാൻ പറ്റുള്ളൂ. ശരിയാണ്, പൈസ വേണം, ആവശ്യത്തിന് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നന്മ ചെയ്യുമ്പോൾ ധനം, നമ്മുടെ പ്രവൃത്തി ചെയ്യുമ്പോൾ ധനം കിട്ടുമല്ലോ എന്ന് പറയുന്ന പോലെ. അപ്പോൾ അങ്ങനെ ധനം കിട്ടിയാൽ പോലും ദാരിദ്ര്യം, കോടീശ്വരന് പോലും ദാരിദ്ര്യം, രാജാവിന് പോലും ദാരിദ്ര്യം അനുഭവിച്ചിട്ടുള്ളതായിട്ടുള്ള യോഗമുണ്ട്, കേമദ്രുമ യോഗം. അതുകൊണ്ട് നമ്മുടെ ജാതകം പരിശോധിക്കണം. അപ്പോൾ ആ കേമദ്രുമ യോഗത്തിൽ നിന്ന് അങ്ങനെ ഒരു യോഗം ഉണ്ടെങ്കിൽ ഭഗവാനോട് നമ്മൾ ഉള്ളുരുകി പ്രാർത്ഥിക്കുക, എൻ്റെ ഭഗവാനെ എനിക്ക് ഇങ്ങനൊരു യോഗമുണ്ട്, ആ യോഗത്തിൽ എന്നെ രക്ഷിച്ചു കൊള്ളണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ രക്ഷിക്കുക, സംശയമില്ല. ആ ദാരിദ്ര്യം 1 ഗ്ലാസ് വെള്ളമെങ്കിലും കിട്ടും. ഭഗവാൻ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടെന്നാണ് പറയുന്നത്. ആ ഭഗവാന് നമ്മൾ ചിലപ്പോൾ അങ്ങനെ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുപ്പി വെള്ളം കൊണ്ടൊരാൾ പോകുന്നത്. ഇതാ വേണോ കലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നന്ദി, കാര്യം 1 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ച്, അല്ലെങ്കിൽ ആഹാരമോ ചോറോ മറ്റു കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ലെങ്കിലും അതെങ്കിലും കുടിക്കാമല്ലോ. അപ്പോൾ അന്നേരത്തെ ഒരു ചെറിയ വിശപ്പിൻ്റെ ശമനം. അപ്പോൾ അതാണ് ഈശ്വരനെ നന്നായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കേമദ്രുമ യോഗം ഉണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ മാറ്റം ഉണ്ടാകും. അതിനുള്ള മാർഗങ്ങളും പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കുറേയൊക്കെ വെച്ചാൽ മൊത്തം കേമദ്ര യോഗത്തെ ഒന്ന് മാറ്റിക്കളയാവുന്നോ, കോടീശ്വരനാക്കാവുന്നോ, അല്ലെങ്കിൽ വലിയ സമ്പൽ സമൃദ്ധി ഉണ്ടാക്കാവുന്നോ. ഇപ്പം ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒരു ഇതുണ്ട്, ഒരു പൂജ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പിറ്റേ ദിവസം അങ്ങ് ബലം ഉണ്ടാകണം. 2 ഒരു പൂജ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ജ്യോത്സ്യനെ അല്ലെങ്കിൽ ഒരു മാന്ത്രികനെ ഇങ്ങനെ വിളിച്ചോണ്ടേ ഇരിക്കണം. 2 ദിവസമായി 3 ദിവസമായി 4 ദിവസമായിട്ടേക്ക് സാധിച്ചില്ലേ. നമ്മളൊരു ചെടി കുഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു കാലാവധി ഉണ്ടാവും, ഇല്ലേ?
ഒരു ചെടി ഒഴിച്ചു വെച്ചിട്ട് ബഡാണെങ്കിൽ പോലും പറയും 1 വർഷം കഴിഞ്ഞിട്ട് അതിനകത്ത് കായ ഉണ്ടാവും എന്ന് പറയും. നമുക്ക് എല്ലാത്തിനും കാലാവധി ഉണ്ട്. ഒരു പൂജ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ദിവസം കൊണ്ടേ അത് ഫലമാകത്തുള്ളൂ. നിങ്ങളുടെ നല്ല സമയം കൂടെ ആണെങ്കിലേ ഫലമാകത്തുള്ളൂ. വെറുതെ ഞാൻ ഒരു പൂജ ചെയ്ത് എഴുതിയിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഒരു ജ്യോത്സ്യനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു ആളിനെ കൊണ്ട് ഒരു കാര്യം പരിഹാരം ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് പരിഹാരമാകില്ല. അതൊന്ന് പിടിച്ചു വരണ്ടേ. ആയുർവേദം പോലെ നല്ല കർമ്മങ്ങൾ ചെയ്താൽ പിടിച്ചു വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇച്ചിരി പെയ്യെ പിടിച്ചു വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതുമാണ്. മോശകർമ്മം ചെയ്താൽ പെട്ടെന്ന് പിടിക്കും. അത് പേപ്പർ കത്തുന്ന പോലെ, ഷൂ എന്ന് പറഞ്ഞ കത്തി അങ്ങ് ചാരമാവും. മറ്റേ നല്ല കർമ്മം ചെയ്താൽ വിറക് കത്തുന്ന പോലെ ഇങ്ങനെ കത്തി നിൽക്കും ആ സാധനം. അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ മാത്രം ചെയ്യുക, ഈശ്വരനെ നന്നായിട്ട് വിളിക്കുക. എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദി. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.